നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡിൻ്റെ സൗജന്യ അപ്ഡേഷൻ്റെ തീയതികൾ നീട്ടി. ഡിസംബർ മാസം 14 തീയതി വരെ ഇനി നമുക്ക് സൗജന്യമായിട്ട് ഓൺലൈൻ വഴി നമ്മുടെ വീടുകളിലിരുന്നുകൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയൊക്കെ പുതുക്കുന്നതിന് വേണ്ടി സാധിക്കും. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുള്ളവർ ആധാറിൽ മറ്റ് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ ഇത്തരം ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് തുടങ്ങിയ രേഖകൾ അപ്ലോഡ് ചെയ്താണ് ഈ പുതുക്കൽ നിർവഹിക്കേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കൊച്ചൗസിപ്പ് ചിറ്റിലപ്പള്ളി KC ഫൗണ്ടേഷൻ നൽകുന്ന ചികിത്സാ ധനസഹായ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമല്ല, ഒരു ഫൗണ്ടേഷൻ നൽകുന്ന ഒരു ചികിത്സാ ധനസഹായ പദ്ധതിയാണ്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള ധനസഹായം, അതല്ല എങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം, ഇങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് രോഗികൾക്ക് ഒരു സാമ്പത്തിക സഹായം നൽകി അവരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് KC ഫൗണ്ടേഷൻ്റെ സാമ്പത്തിക സഹായത്തിലേക്ക് അപേക്ഷകൾ വിളിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ വെക്കേണ്ടത്. നമ്മളുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാർഡ് കൗൺസിലറോ മെമ്പറോ ഒക്കെ കൃത്യമായിട്ടൊരു സാക്ഷ്യപത്രം, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ വെക്കുന്നതിന്. ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുക, അതിനുശേഷം അപേക്ഷകൾ വയ്ക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും ഭവനരഹിതരായിട്ടുള്ളവർക്ക് വേണ്ടി പാർപ്പിടം നൽകുന്ന കേന്ദ്ര പദ്ധതി ആവിഷ്കരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ സ്കീം പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ 2 കോടിയോളം വരുന്ന പാർപ്പിടങ്ങൾക്ക് അനുമതിയുണ്ടാകും. അതിൻ്റെ തുക എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാർ ചിലവാക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല. വളരെ വൈകാതെ ഇതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകും. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പാർപ്പിടം ഇല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു വലിയ സഹായമായിട്ട് മാറുകയായിരിക്കും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലക്ഷ്യം. 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ എല്ലാ ആളുകൾക്കും തന്നെ സുരക്ഷിത പാർപ്പിടം ഒരുക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യം മുൻനിർത്തിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് ഈ 2024 ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും ഈ പാർപ്പിടത്തിന് അനുമതി ഉണ്ടാകും. പ്രധാനമന്ത്രി ആവാസ് യോജന, അർബൻ തുടങ്ങിയ 2 സ്കീമുകളാണ്. അർബനും ഗ്രാമീണും തുടങ്ങിയ 2 സ്കീമുകളാണ് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്നവർക്ക്, അതും വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, 40% മുകളിൽ വൈകല്യമുള്ളവർക്ക്, അന്ധതയുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ ബധിരരും മൂകരുമായവരുണ്ട്, ഇനി അസ്ഥി വൈകല്യങ്ങൾ സംഭവിച്ചവരുണ്ട്, ബുദ്ധി വൈകല്യമുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ചികിത്സാ സഹായമായിട്ടാണ് 5000 രൂപ അനുവദിക്കുന്ന വികലാംഗ ദുരിതാശ്വാസ നിധി വഴിയുള്ള അപേക്ഷകൾ. 5000 രൂപ വരെയാണ് പരമാവധി ചികിത്സാ സഹായം ലഭിക്കുന്നത്. ഒറ്റത്തവണ സഹായമാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രോഗം മൂലം ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ സഹായത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. 5000 രൂപയുടെ ധനസഹായത്തിന് വേണ്ടി അപേക്ഷ വെക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, അപേക്ഷകൾ വയ്ക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് 60 വയസ്സ് പിന്നിടുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. 1600 രൂപയാണ് സംസ്ഥാനത്ത് പെൻഷനായിട്ട് അനുവദിക്കുന്നത്. പെൻഷൻ പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അർഹതയുള്ളവർക്കെല്ലാം 1600 രൂപയോളം ധനസഹായം ഇപ്പോഴത്തെ നിരക്കിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.